മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പെരുമ്പടവം ശ്രീധരൻ്റെ അഷ്ടപതി എന്ന നോവലിൽ 3 ആളുകളുടെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ ആള് വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന, തൻ്റെ 7ാം വയസ്സ് മുതൽ അമ്പലത്തിൽ ദേവന് മാല കെട്ടുന്ന മാധവി വാരിസരാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, നിനക്ക് വേണ്ടി ഞാൻ എത്രമാത്രം പൂക്കൾ നുള്ളി, നിനക്ക് വേണ്ടി ഞാൻ എത്രമാത്രം മാല ഓർത്തു, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ സമയമായിട്ടും ഒരു മാല നീ ചാർത്താത്തെ. അതിലുമപ്പുറം സങ്കടത്തോടെ വാര്യര് പ്രാർത്ഥിക്കുകയാണ്: എൻ്റെ ദൈവമേ, നിൻ്റെ എഴുന്നള്ളിപ്പിന് വേണ്ടി എത്ര തവണ ഞാൻ കുത്തുവിളക്കെടുത്തു. ഞാൻ എടുക്കുന്ന കുത്തുവിളക്കിൻ്റെ പ്രകാശത്താലല്ലേ നീ നിൻ്റെ എഴുന്നള്ളിപ്പുകൾ നടത്തുന്നത്. എന്നിട്ടും കരിന്തിരി കത്തിയ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശമായി നീ വരാത്തത്. മാരാരുടെ സങ്കടം അതിനുമപ്പുറമാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, നിനക്ക് വേണ്ടി ഞാൻ എത്രമാത്രം പാട്ടുപാടി, എത്രമാത്രം താളമടിച്ചു, എന്നിട്ടും സംഗീതമണഞ്ഞ എൻ്റെ ജീവിതത്തിൽ നീ ഒരു സംഗീതമായി വരാത്തത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയും പ്രാർത്ഥന പലപ്പോഴും ഇതുപോലെയാണ്. പരാതികൾ പറഞ്ഞ്, പരിഭവങ്ങൾ പറഞ്ഞ്, ഫരിസേയനെ പോലെ ആവശ്യങ്ങൾ എണ്ണി പറഞ്ഞുള്ള പ്രാർത്ഥനകൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഈശോയുടെ പ്രാർത്ഥന. യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായം മുഴുവനും ഈശോയുടെ പ്രാർത്ഥനയാണ് കാണുന്നത്. ഈശോ പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. 17 അധ്യായം 20-ാം വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്: അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈശോയും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും ഒന്നായിരിക്കാൻ വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. അതായത്, അന്ന് ഈശോ പ്രാർത്ഥിച്ചത് ഇന്ന് അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന എനിക്കും നിനക്കും, ഇനി വിശ്വസിക്കാനിരിക്കുന്നവർക്കും വേണ്ടി കൂടിയാണ് ഈശോ പ്രാർത്ഥിച്ചത്. നമ്മളുടെ പരാതികൾ പറഞ്ഞ്, പരിഭവങ്ങൾ പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെപ്പോലെ വേദന അനുഭവിക്കുന്നവരുടെയും സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുടെയും പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥനയോട് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കണമെന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. അതിന് ഉദാഹരണം എന്നോണമാണ് ക്രിസ്തു ശിരസ്സായ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മളെന്ന് ഈ ഞായറാഴ്ചത്തെ ലേഖനഭാഗത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതായത്, എൻ്റെ കാല് വേദനിച്ചാൽ എൻ്റെ കാലിന് മാത്രമല്ല, എൻ്റെ ശരീരം മുഴുവനുമാണ് ആ വേദന അനുഭവിക്കുക. ക്രിസ്തു ശിരസ്സായ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ എൻ്റെ സഹോദരൻ്റെ വേദന അതവൻ്റെ മാത്രം വേദനയല്ല, എൻ്റെ കൂടി വേദനയാണ്. വീണ്ടും പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: നമ്മളെല്ലാവരും സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ, പരദേശിയെന്നോ വിദേശിയെന്നോ, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ ഒരു വ്യത്യാസവുമില്ല. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഇങ്ങനെ വേർതിരിവില്ലാതെ നമ്മളെല്ലാവരും ഒന്നാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അപരൻ്റെ നൊമ്പരങ്ങൾ എൻ്റെയും നൊമ്പരങ്ങളാകും, അപരൻ്റെ പ്രാർത്ഥനകളും എൻ്റെയും പ്രാർത്ഥനകളാകും. നമ്മുടെ ശരീരം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. കൈ മുറിയുമ്പോൾ കണ്ണ് കരയുന്നു, കണ്ണ് കരയുമ്പോൾ കൈകൊണ്ട് തുടയ്ക്കുന്നു. ഇന്ന് വരെ നമ്മുടെ ശരീരത്തിൽ പരസ്പരം കണ്ടുമുട്ടാത്ത 2 അവയവങ്ങളാണ് കണ്ണുകൾ. എങ്കിലും എത്രമാത്രം ഒരുമയോടെയാണ് 2 കണ്ണുകളും അടയ്ക്കുന്നതും തുറക്കുന്നതും. ഒരു കണ്ണ് കരയുമ്പോൾ മറ്റേ കണ്ണ് കരയാതിരിക്കുന്നില്ല. ഈ ഒരു ഒരുമയിലേക്ക് വരാനാണ് ഈശോ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഒറ്റൊരു കാര്യം പറഞ്ഞോളൂ: ക്രിസ്തു ശിരസ്സായ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മളെങ്കിൽ, നമ്മൾ നമ്മുടെ പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നമ്മെപ്പോലെ വേദന അനുഭവിക്കുന്നവരുടെ സങ്കടങ്ങളും പരാതികളും നമ്മുടെ പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈശോ ആഗ്രഹിക്കുന്ന ഒരുമയിലേക്ക് നമുക്ക് വളരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.